നമ്മുടേതല്ലാത്ത ഒന്നിനെ മുറുകെ പിടിക്കുന്നതിനേക്കാൾ വലിയ പക്വതയാണ് അത് നമ്മുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുഞ്ചിരിയോടെ വിട്ടുകൊടുക്കുന്നത്. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, എന്നാൽ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. കടന്നു വന്ന വഴികളെല്ലാം ഓരോ കഥകളാണ്. ജീവിതത്തെ മാറ്റിമറിച്ച ചെറിയ ചെറിയ കഥകൾ. ഓരോ ചെറു കഥകളും പഠിപ്പിച്ച വലിയ വലിയ പാഠങ്ങളാണ് ഇന്ന് ജീവിതത്തെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും. നിങ്ങളുടെ തെറ്റുകളും അബദ്ധങ്ങളും അറിയുകയും എന്നിട്ടും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവർ ആരാണോ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. എല്ലാവരെയും ബോധ്യമാക്കിക്കൊണ്ടൊരു ജീവിതം അസാധ്യമാണ്. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് സ്വയം തൃപ്തിപ്പെടുന്നതും അത് നമ്മൾ ആസ്വദിക്കുന്നതും. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും. ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പറയുക. ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല. മൗനത്തോളം ശക്തമായ ഒരു കൊടുങ്കാറ്റുമില്ല. കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത്. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും, എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്തിൽ കാണില്ല. നിമിഷ നേരം കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ, ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ. ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴികൾ സ്വീകരിക്കരുത്. ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക. കാരണം ദീർഘമായ വഴിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യം. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹം ഉണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകണം എന്നില്ല.